ഹോംസൺ DTHൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഹോം ഡിഷ് ഉപഭോക്താക്കൾക്കും KU ബാൻഡ് ചെറിയ ഡിഷ് ഉപയോഗിക്കുന്ന ആളുകൾക്കെല്ലാം ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചെറിയ ഡിഷിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 40 ഡിഗ്രി എക്സ്പ്രസ് 40 ഡിഗ്രിയിൽ നമുക്ക് കൂടുതൽ മലയാളം ചാനലുകൾ വന്നിട്ടുണ്ട്. നിലവിൽ 4 മലയാളം ചാനലുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് 8 മലയാളം ചാനലുകൾ, ന്യൂസ് ചാനലുകൾ ഉൾപ്പെടെ 8 മലയാളം ചാനലുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ശ്രീലങ്കൻ DTH ആയ ഫ്രീ സാറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൽ മലയാളം ചാനലുകൾ വരുന്നത്. ഇത് നമുക്ക് ഭാവിയിൽ കിട്ടുന്ന അത്രയും കാലം നമുക്ക് കാണാം, ഫ്രീ ആയിട്ട് കിട്ടുന്ന കാലം അത്രയും കാണാം. അവർ പേ ഫോർമാറ്റിലേക്ക് മാറ്റാൻ സാധ്യതയില്ല. എങ്കിൽ കൂടിയും ഇപ്പോൾ നിലവിൽ നമുക്ക് ഫ്രീ ആയിട്ടാണ് ലഭിക്കുന്നത്. എന്നാൽ ഈ സാറ്റലൈറ്റ് കാണുന്നതിന് സോളിഡിൻ്റെ അല്ലെങ്കിൽ 4K ബോക്സുകൾ ഏതെങ്കിലും ഉപയോഗിക്കണം. സോളിഡിൻ്റെ ബ്രാൻഡിലുള്ള ഒരേ ഒരു ബോക്സ് 10 ബിറ്റ് സപ്പോർട്ട് ചെയ്യുന്ന HEVC 10 ബിറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ബോക്സിൽ മാത്രമേ ഈ ചാനലുകൾ 4 ചാനലുകൾ ഓപ്പൺ ആവുന്നുള്ളൂ. മൊത്തം 8 ചാനലുകൾ ഓപ്പൺ ആവുന്നുള്ളൂ. നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന 4 ചാനലുകൾ നമുക്ക് ഏത് റിസീവർ എടുത്തു കഴിഞ്ഞാലും അതിൽ ട്യൂൺ ആവുന്നുണ്ട്. എന്നാൽ പുതുതായി ഇന്ന് വന്ന ചാനലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം. ഈ 61, 65 എന്ന ഈ ബോക്സിൽ മാത്രമേ ഈ ചാനലുകൾ ഓപ്പൺ ആവുന്നുള്ളൂ. ഇത് HEVC ഫോർമാറ്റിലുള്ള ചാനലുകൾ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ബോക്സിൽ മാത്രം ഓപ്പൺ ആവുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും ഈ ബോക്സ് നമുക്ക് ഉപയോഗിക്കുന്നതിനും ഇതിൽ നമുക്ക് ട്യൂൺ ചെയ്ത് നോക്കാം. ഏതെല്ലാം ചാനലുകളാണ്, ബാക്കിയുള്ള ചാനലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മളിന്ന് ട്യൂൺ ചെയ്യാൻ പോകുന്നത് എക്സ്പ്രസ് 40 ഡിഗ്രിയിലുള്ള KU ബാൻഡ് സാറ്റലൈറ്റായ എക്സ്പ്രസ്. ഇന്ന് ഞാനിവിടെ ബ്ലൈൻഡ് സ്കാനാണ് ചെയ്യുന്നത്. 40 ഡിഗ്രിയും 42 ഡിഗ്രിയും ഒരേ പൊസിഷനിൽ 80 സെൻറ്റിമീറ്റർ പഴയ ഒരു എയർടെലിൻ്റെ ഡിഷിൽ 45ഉം സെൻറ്റർ വെച്ചിട്ട് ഒരു എക്സ്ട്രാ LNB വെച്ചിട്ട് 40ഉം 42ഉം ഒരേ LNBയിൽ ആണ് നമ്മളിന്ന് ട്രാക്ക് ചെയ്തിട്ടുള്ളത്. ആ ഒരു LNBയിൽ നിന്നും 2 സാറ്റലൈറ്റുകളും ട്യൂണായി വരുന്നതാണ് നമുക്ക് കാണുന്നത്. ഒരേ LNBയിലെ 2 സാറ്റലൈറ്റും 40 ഡിഗ്രിയും 42 ഡിഗ്രിയും തുർക്ക് സാറ്റ് 42ഉം 40 ഡിഗ്രി എക്സ്പ്രസും ട്യൂണായി വന്നിട്ടുണ്ട്. 118 ചാനലുകളാണ് ടോട്ടൽ നമുക്ക് ട്യൂണായി വന്നിട്ടുള്ളത്. ഇത് ഏതൊക്കെ ചാനലുകൾ ലഭിക്കുന്നു, ലഭിക്കാത്തത് ചാനലുകളൊക്കെ ഉണ്ട്. മുഴുവൻ ചാനലുകളും നമുക്ക് ലഭിക്കുന്നതല്ല. ഇത് എല്ലാ ഫോർമാറ്റിലുള്ള ചാനലുകളും നമുക്കിതിൽ ലഭിക്കുന്നതല്ല. ഫ്രീ സാറ്റ് DTHൻ്റെ ഭാഗമായിട്ടാണ് ഇതിൽ ചാനലുകൾ വന്നിട്ടുള്ളത്. ഫ്രീ സാറ്റ് DTH ശ്രീലങ്കയിലെ ഒരു സൗജന്യ DTH ആണ്. ഇതിലെ മുഴുവൻ ചാനലുകളും നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ DTHൻ്റെ ബോക്സ് തന്നെ ഉപയോഗിക്കണം. മുഴുവൻ ചാനലും ലഭിക്കുന്നില്ലെങ്കിലും ചില ചാനലുകൾ, മലയാളം ചാനലുകൾ ഉൾപ്പെടെ ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത. ഇതിൽ നമുക്ക് റഷ്യ ടുഡേയുടെ ന്യൂസ് ചാനൽ അവൈലബിൾ ആണ്. അതുപോലെ തമിഴ് ചാനൽ ആദവൻ TV ലഭ്യമാണ്. പിന്നെ NHK വേൾഡ്, അതുപോലെ അൽ ജസീറ HD, ഇത് ഒരു ഇൻ്റർനാഷണൽ ന്യൂസ് ചാനലുകളാണ്. ഇത് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഇവരുടെ പ്രാദേശിക ചാനലുകൾ കുറച്ച് അവൈലബിൾ ആണ്. പ്രാദേശിക ചാനലുകൾ തന്നെ മുഴുവൻ നമുക്ക് ലഭ്യമല്ല. പ്രാദേശിക ചാനൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള അവരുടെ ഭാഷയിലുള്ള, സിംഹള ഭാഷയിലുള്ള ഇതുപോലുള്ള മെസ്സേജുകളാണ് കാണുന്നത്. അവരുടെ ചാനൽ നമ്പർ മാറുന്നതും പുതിയ ചാനൽ ആഡ് ആവുന്നതും സംബന്ധിച്ചുള്ള മെസ്സേജുകളൊക്കെയാണ് കാണുന്നത്. ഫ്രീ സാറ്റിൽ നല്ല അപ്ഡേഷനുകളാണ് വരുന്നത്. പുതിയ ചാനലുകൾ ഉൾപ്പെടുത്തതും ഫ്രീ സാറ്റ് DTHൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് പുതിയ പല മറ്റു രാജ്യങ്ങളുടെ ചാനലുകളൊക്കെ കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് മലയാളം ചാനൽ 4 മലയാളം ചാനലാണ് നിലവിലുണ്ടായിരുന്നത്. ഇപ്പോൾ 8 മലയാളം ചാനലായിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മീഡിയ 1 ന്യൂസ്, സഫാരി TV, റിപ്പോർട്ടർ TV, മാതൃഭൂമി ന്യൂസ് ചാനൽ, ഇത്രയും 4 ചാനലുകളാണ് പുതുതായി വന്നിട്ടുള്ളത്. അതുപോലെ നിലവിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ വന്നിരുന്ന ചാനലുകൾ കൈരളി V ചാനൽ, കൈരളി അറേബ്യ, അമൃത TV, മഴവിൽ മനോരമ ഇൻ്റർനാഷണൽ, ഇങ്ങനെ 8 മലയാളം ചാനലുകളാണ് നമുക്ക് നിലവിൽ ഈ സാറ്റലൈറ്റിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, 40 ഡിഗ്രിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് താമസിയാതെ 42ലേക്ക് തുർക്ക് സാറ്റിലേക്ക് മാറുമെന്നും നമുക്ക് ന്യൂസുകൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു 40ഉം 42ഉം 2 സാറ്റലൈറ്റുകളോടും ട്യൂൺ ചെയ്ത രീതിയിലാണ് ഞാൻ LNB അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. 42ൽ നമുക്ക് തുർക്ക് സാറ്റിൽ റൺ TV, റഷ്യയുടെ ഒരുപാട് ചാനലുകളാണ് ലഭിക്കുന്നത്. റൺ TV, CTC, അതുപോലെ ഇതിലെ മികച്ച ഒരു ചാനലാണ് TNT മ്യൂസിക്. റഷ്യൻ ഭാഷയിലുള്ള നല്ല അടിപൊളി ഒരു മ്യൂസിക് ചാനലാണ്. ഇതിൻ്റെ TP നമുക്ക് നോക്കാം. 117/42. പോളാരിറ്റി വരുന്നത് ഹോറിസോണ്ടലാണ്. സിമ്പിൾ റേറ്റ് 27,500.
നല്ല പവറുള്ള ഒരു ടി പി ആണ്. നമുക്ക് ഇന്ത്യയിൽ എവിടെയും ഈ സാറ്റലൈറ്റിന് ഈ ടി പിക്ക് കവറേജ് ഉണ്ട്. ഈ സാറ്റലൈറ്റിലെ മുഴുവൻ ചാനലുകളും നമുക്ക് അവൈലബിൾ അല്ല, കുറഞ്ഞ ചാനലുകൾ നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീഡിയോ തുടങ്ങിയ സമയത്ത് കാണിച്ച സോളിഡിൻ്റെ 6165 10 ബിറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ബോക്സിലാണ് ഈ ചാനലുകൾ ട്യൂണായി വന്നിട്ടുള്ളത്. 10 ബിറ്റ് സപ്പോർട്ട് ചെയ്യാത്ത ബോക്സുകളിൽ 4 മലയാളം ചാനലുകൾ മാത്രമാണ് ട്യൂണാവുക. അതുപോലെ ആദവൻ ടി വി ഒന്നും പഴയ സെറ്റ് ബോക്സുകളിൽ 10 ബിറ്റ് സപ്പോർട്ട് ചെയ്യാത്ത ബോക്സുകളിൽ ട്യൂണാവില്ല. അധികമായി ലഭിക്കുന്ന 4 മലയാളം ചാനൽ കൂടി ഈ ഫോർമാറ്റിൽ വന്നത് കാരണം ഈ സോളിഡിൻ്റെ 6165 മോഡൽ ബോക്സിലാണ് ട്യൂണായി വന്നിട്ടുള്ളത്. ഇനി അഥവാ ചാനൽ ട്യൂൺ ആവുന്ന ബോക്സുകളിൽ നമുക്ക് ചിത്രം ലഭിക്കുകയില്ല. 10 ബിറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഇതുപോലുള്ള അല്ലെങ്കിൽ 4K ബോക്സുകളിൽ മാത്രമേ ഈ ചാനലുകൾ ട്യൂണായി വരുന്നുള്ളൂ. 10 ബിറ്റ് സപ്പോർട്ട് ചെയ്യാത്ത ബോക്സുകളിൽ നിലവിൽ 4 മലയാളം ചാനൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഈ 6165 ബോക്സിൽ നമുക്ക് NHK വേൾഡ് HD, അൽ ജസീറ, ആദവൻ ടി വി, അതുപോലെ നേരത്തെ പറഞ്ഞ അധികമായി ലഭിക്കുന്ന 4 മലയാളം ചാനലുകൾ, പുതുതായി വന്ന 4 മലയാളം ചാനലുകളൊക്കെ ലഭ്യമാവുന്നുണ്ട്. അൽ ജസീറ HD-യുടെ ടി പി നമുക്ക് നോക്കാം. ചിത്രം ലഭിക്കുന്ന ടി പി ആണ് 12522, ഹൊറിസോണ്ടൽ 30,000. നിലവിൽ 42 ഡിഗ്രി തുർക്ക്സാറ്റിലെ റഷ്യൻ ചാനലുകൾ കാണുന്ന ആളുകൾ നിങ്ങൾക്ക് ഈ ചാനലുകൾ ട്യൂൺ ചെയ്യുന്ന സമയത്ത്, ഓട്ടോസ്കാൻ ചെയ്യുന്ന സമയത്ത് ഈ മലയാളം ചാനലുകളും ഇതേ ബോക്സ് ഉപയോഗിക്കുന്ന ആളുകൾക്കും ട്യൂണായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മുകളിൽ കാണിച്ച മലയാളം ചാനലിൻ്റെ ഫ്രീക്വൻസി ഒന്ന് ഉപയോഗിച്ച് ഡിഷ് അഡ്ജസ്റ്റ് ചെയ്യുക. 40 ഡിഗ്രിയും 42 ഡിഗ്രിയും രണ്ടും കൂടെ ഒരു ഡിഷിൽ അലൈൻമെൻറ്റ് ചെയ്ത് ഡിഷ് കറക്റ്റ് ചെയ്ത് ഓട്ടോസ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ വരുന്ന ഈ 148 ചാനലുകളും മുഴുവൻ ചാനലുകളും ട്യൂണായി വരുന്നതാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള സാറ്റലൈറ്റ് റിസീവറുകളും ഡിഷ് ആൻറ്റിനയും LMB എല്ലാം വാങ്ങുന്നതിന് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇത് 6165 മോഡൽ ബോക്സാണ്. ഇതുപോലുള്ള മറ്റു മോഡലിലുള്ള ബോക്സുകളും നിലവിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഇത് കൊറിയർ വഴി അയച്ചു തരുന്നതാണ്. അടുത്തുള്ള മലപ്പുറം അടുത്തുള്ള ജില്ലകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് നേരിട്ട് എത്തിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.